ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഒരു സൂപ്പർ കറി. 10 മിനിറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അത്ര വേണ്ടു. ഇതിപ്പോൾ ജോലിക്കാർക്കായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ചപ്പാത്തി റോളും കൂടിയാണ് കേട്ടോ. വെജ് കത്തി റോൾ എന്നൊക്കെ വിളിക്കാം. അങ്ങനത്തെ ഒരു റോളും കൂടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ നമുക്കിത് കുട്ടികൾക്ക് കൊടുത്തയച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ഹെവി ആയിരിക്കുകയും ചെയ്യും. അവർക്ക് വിശക്കുകയുമില്ല. ഓഫീസിലേക്കും ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു നോർമൽ തണുത്ത വെള്ളം എടുത്തിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്കൊരു പാക്കറ്റ് പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഫ്രോസൺ പനീറാണ് ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. നോർമൽ ഫ്രഷ് പനീർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരുന്നതുകൊണ്ട് ഞാൻ ഫ്രോസൺ ആണ് ഉപയോഗിക്കാറ്. ഒരു അരമണിക്കൂർ അടച്ചു വെച്ചു കേട്ടോ. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ടെടുക്കാം. നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ജീരകം അതിൻ്റെ പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇനി ആ ജീരകമൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിൽ ജിഞ്ചർ ഇടുന്നില്ല കേട്ടോ. ഇനി 1 കപ്പ് ഒനിയൻ നീളത്തിലരിഞ്ഞത്, കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കനത്തിലല്ല, ഒരുപാട് തിന്നുമായിട്ടല്ല അത് അരിഞ്ഞിരിക്കുന്നത്. ഇതൊരു കടിക്കുന്ന ടേസ്റ്റിലാണ് ഈ ഒനിയനൊക്കെ ഉണ്ടാവേണ്ടത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ ഒന്നും ആവണ്ട, പക്ഷെ ആ ക്രഞ്ചിനെസ് ഉണ്ടാവണം. ആ ഒരു ടെക്സ്ചറിലാണ് അത് കിട്ടേണ്ടത് നമുക്ക്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു. 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ഗ്യാസിൻ്റെ ചൂട് ഇത്തിരി കൂടുതലായതുകൊണ്ടാട്ടത്. ഒന്ന് കുറച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നന്നായി ഒന്ന് ആയി വന്നിട്ടുണ്ട്. ആ കടിക്കുന്ന ടേസ്റ്റ് ഉണ്ട്, എന്നാൽ പച്ചമണം മാറിയിട്ടുമുണ്ട് നമ്മുടെ ഒനിയൻ. ഇനി അതിലേക്ക് 1 കപ്പോളം ഗ്രീൻ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/2 കപ്പ് യെല്ലോ, ഒരു 1/2 കപ്പ് റെഡ്. ഈ യെല്ലോവും റെഡും ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിതിൽ കുറച്ച് വെജിറ്റബിൾ നല്ലോണം ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിതിൽ വേറെ വെജിറ്റബിളൊന്നും ഇട്ടിട്ടില്ല. അത് പെട്ടെന്ന് നമുക്കിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ, അതല്ല എങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്കും ഓഫീസിലേക്കൊക്കെ നമുക്ക് കൊടുത്തേക്കാം. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ പച്ച ടേസ്റ്റ് ഒന്നും മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, ആയിട്ടുണ്ട്. 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇനി ഇതിനെയൊന്ന് നമുക്ക് പാത്രം മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പനീറും കൂടി ഒന്ന് വറുത്തെടുക്കാം. പനീർ ഒരുപാട് എണ്ണയിലൊന്നും അല്ല കേട്ടോ വറുത്തെടുക്കുക. ഇതാ ഇനി നമുക്ക് അതേ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലല്ല ഞാൻ ഈ പനീറിനെ ഇതാക്കുന്നത്. പനീറിനെ ഞാൻ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസിലല്ല ഇട്ടിരിക്കുന്നത്. അതിന് ഒരു ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിനെ തന്നെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാനൊക്കെ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കിയത് ഹാർഡാവും. അപ്പോൾ അതും പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി അഗെയിൻ 1 ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയൊരു ടൊമാറ്റോൻ്റെ പ്യൂരി, ജസ്റ്റ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അരച്ചതാണ്. ടൊമാറ്റോ ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് നന്നായിരിക്കുന്നത് കേട്ടോ. അതല്ലാതെ കറിയിലേക്ക് നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നാവില്ല. ലേശം ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര. ഇങ്ങനെയാണ് ടൊമാറ്റോ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കറിക്ക് അധികം പുളി തോന്നിക്കില്ല. അതുമാതിരി നമ്മൾ ഇതിനെ റോളാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും സോഗിയായി പോവില്ല കേട്ടോ ചപ്പാത്തി. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊന്ന് നന്നായിട്ട് കട്ടിയാവണ വരെ നമുക്ക് ചെയ്യണം. പച്ചമണം മാറി കണ്ടോ, ഇത് നല്ല കട്ടിയായിട്ട് വെള്ളമൊക്കെ പോയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നല്ലവണ്ണം വെള്ളമൊക്കെ പോകുന്നവരെ ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം നോർമൽ ചില്ലി പൗഡർ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, വറുത്ത ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കാണ് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള കൂട്ടിനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ടൊമാറ്റോവും ബാക്കിയുള്ളതൊന്നും കടിക്കുന്നതായി തോന്നില്ല, സോഗിയായിട്ട് തോന്നില്ല. എന്നാൽ നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറും ഈ ഇതിനുണ്ടാവും. എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കാം കേട്ടോ. ജസ്റ്റ് ഇനി ഇതിലേക്ക് ഈ മസാലകളൊന്ന് പിടിക്കട്ടെ. ഉപ്പ് പോരം ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ അതിലേക്ക് ഫ്ലേവർ ഒന്ന് കയറാനായിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ,
സൂപ്പറായി വന്നിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇത് ചപ്പാത്തിയുടെ നിങ്ങൾക്ക് പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. അങ്ങനത്തെ ഒരു അടിപൊളി പനീർ കടായാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ പനീർ കടായി ഉപയോഗിച്ചിട്ട് നമുക്കൊരു റാപ്പും കൂടി തയ്യാറാക്കാം. നമ്മുടെ ഇവിടെയൊക്കെ കാത്തി റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇതിനെ ഭയങ്കര വിപുലീകരിച്ച് കാത്തി റോൾ എന്നല്ല, സിമ്പിളായിട്ടുള്ള ഒരു കാത്തി റോളാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ചപ്പാത്തിയുടെ മാവ് എടുത്തിട്ട് അതിനെ മടക്കി പരത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പറാത്തയുടെ രീതിയിലാണ് ചെയ്യുന്നത്, തവ പറാട്ടയുടെ പോലെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഹെവി ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക്. കുറച്ച് വലിയ മാവെടുത്തിട്ട് ചെയ്യുക, ചപ്പാത്തി കുറച്ച് വലിയ ചപ്പാത്തിക്കുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കുക കേട്ടോ. മുകളിൽ നിന്നും താഴത്തുനിന്നും ആ ഓരോ ലെയറിലും നമ്മൾ ലേശം എണ്ണ തേച്ച് കൊടുക്കണം, അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. ഇനി അഗെയിൻ ഇപ്പുറത്തെ സൈഡൊന്നും മടക്കണം. മടക്കി ഇതിനെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് വരിക, മിക്കവാറും സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെയാണ് വരിക. തവ പറാട്ട വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ. അപ്പോൾ ഒരു 2 എണ്ണമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ അധികം ടൈം ഇല്ല എങ്കിൽ വേഗം കഴിക്കാൻ പറ്റും, എന്നാൽ വയറൊക്കെ ഫില്ലിംഗ് ആയിരിക്കുകയും ചെയ്യും. ഇതുപോലെ അതിനെ എല്ലാ സ്ക്വയറിലാക്കിയിട്ട് നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ടല്ല കേട്ടോ തവ പറാട്ട പരത്തുക. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാൻ കൂടി വേണ്ടു. ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പൊറോട്ടയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ബബിൾ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിടുക കേട്ടോ. അധികം ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോവും. ഇപ്പോൾ ഇനി വേണമെങ്കിൽ എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത്തിരി എണ്ണയൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് തനിയെ തന്നെ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന കാണാം കേട്ടോ. അത് ആ ഓയിലൊക്കെ ഉള്ളിൽ തേച്ചിട്ടുള്ളതുകൊണ്ട് നല്ലവണ്ണം സോഫ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഇപ്പം ഇതായി, നമുക്കിതിനെ ഒന്ന് വാങ്ങിയെടുക്കാം. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒന്നുമില്ല, നോർമൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന മാതിരി വെള്ളവും ഉപ്പും ലേശ എണ്ണയും മാത്രം ഒഴിച്ച് കുഴച്ച മാവാണ് കേട്ടോ. ഇനി നമ്മളിത് റോൾ ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ വേറെ ഒന്നും തന്നെ തേക്കുന്നില്ല, കാരണം ഇതിൽ നല്ല ടേസ്റ്റും ടെക്സ്ചറും ഉണ്ട് ഈ കറിക്ക്. ഇനി അതിനെ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. കുറച്ച് ഏറ്റവും അറ്റത്ത് വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് മടക്കാനുള്ളത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിനുള്ളിൽ ഫില്ല് ചെയ്യുക. ഇത് നല്ല ഹെവി ആയിരിക്കും. ഇനി ജസ്റ്റ് റോൾ ചെയ്യുക. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ നമ്മുടെ ക്യാബേജിനെ തിന്നായി അരിഞ്ഞതിടാൻ കാണാം. ചിലപ്പോൾ മല്ലി ചട്നി ഇല്ലേ, മല്ലിയുടെ ചട്നി കഴിക്കാം, ഒക്കെ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായത്. ഇത് നമുക്ക് പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാം. നല്ല സൂപ്പറായി ടേസ്റ്റായി വന്നിട്ട് കേട്ടോ. ആ പനീറൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഇത്, പനീർ ഫ്രാങ്കി റോള്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലത്തെ ഇനിയും വ്യത്യസ്തമായ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു.